ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ സ്പാൻ തകർന്ന് 2 മരണം. തൃക്കുന്നപ്പുഴ സ്വദേശി ബിനു 42, മാവേലിക്കര കല്ലുമല സ്വദേശി രാഘവ് കാർത്തിക് 24 എന്നിവരാണ് മരിച്ചത്. ചെന്നിത്തല കീച്ചേരിൽ കടവ് പാലം തകർന്ന 7 തൊഴിലാളികളാണ് വെള്ളത്തിൽ വീണത്. 5 പേർ നീന്തി കരയ്ക്കെത്തിയിരുന്നു. 2 പേരെ കാണാതെയായിരുന്നു. ഇവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താരസംഘടനയായ അമ്മയിലെ മെമ്മറി കാർഡ് വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന നടി മാലാ പാർവതി 2018 മുതൽ 2025 വരെ ഒരു ജനറൽ ബോഡിയിലും വിഷയം ഉന്നയിച്ചിട്ടില്ലെന്നും IC അംഗമായിരുന്ന തന്റെ മുന്നിലും പരാതി വന്നിരുന്നില്ലെന്നും മാലാ പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചു. ഹേമ കമ്മിറ്റിക്ക് മുന്നിലും ഇങ്ങനെയൊരു പ്രശ്നം പറഞ്ഞതായി കണ്ടില്ലെന്നും മാലാ പാർവതി പറയുന്നു. പൊന്നർമ ബാബു, പ്രിയങ്ക, ഉഷ തുടങ്ങിയവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപണവുമായി രംഗത്ത് വന്നത്. നടിമാർ ദുരനുഭവങ്ങൾ പറഞ്ഞ വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരന്റെ കയ്യിലാണ് എന്നായിരുന്നു ആരോപണം. ശക്തർക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഭീഷണികൾ സ്വാഭാവികമാണ് എന്നും ഇപ്പോഴത്തെ ആരോപണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കുക്കു പരമേശ്വരനെ തോൽപ്പിക്കാനാണ് എന്നും മാലാ പാർവതി പ്രതികരിച്ചു. പത്തനംതിട്ട കലഞ്ഞൂർ പൂമരുതിക്കുഴിയിൽ പുലി വീട്ടിലേക്ക് ഓടിക്കയറി. വളർത്തുനായയെ പിന്തുടർന്നാണ് പുലി വീട്ടിൽ കയറിയത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30യോടെയായിരുന്നു സംഭവം. പൊന്മേരിൽ രേഷ്മയുടെ വീട്ടിലേക്കാണ് പുലി ഓടിക്കയറിയത്. സ്ഥലത്ത് കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതെന്ന് വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടുക്കി തിങ്കൾക്കാട്ടിൽ 6 വയസ്സുകാരിയെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാതാപിതാക്കൾ കുട്ടിയെ കാറിനുള്ളിലിരുത്തി ഏലത്തോട്ടത്തിൽ ജോലിക്ക് പോയതായിരുന്നു. തിരികെ എത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചേർത്തല ജൈനമ്മ തിരോധന കേസിൽ പോലീസ് അറസ്റ്റിലായ സെബാസ്റ്റ്യന്റെ വീട്ടിൽ തെളിവെടുപ്പ് തുടരുന്നു. സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്നും 20ഓളം അസ്ഥികഷ്ണങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവ കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത്. കെടാവർ നായയെ സ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തുകയാണ്. സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. CPI മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമെന്ന റിപ്പോർട്ടുകൾ. CPM-ന് മുന്നിൽ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം പഞ്ചഭുജമടക്കി നിൽക്കുന്നുവെന്നും വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസ്താവനയിൽ നേതൃത്വം നിലപാടില്ലാത്തവരായി മാറിയെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. തുടർഭരണം ലഭിച്ചപ്പോൾ 2ാം LDF സർക്കാർ എന്നത് മാറി പിണറായി സർക്കാരായി മാറിയെന്നുമാണ് മറ്റൊരു വിമർശനം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലേക്ക് നിർമ്മാതാവ് സാന്ദ്ര തോമസ് സമർപ്പിച്ച പത്രിക തള്ളി. പ്രസിഡന്റ് ട്രഷറർ സ്ഥാനത്തേക്കാണ് സാന്ദ്ര പത്രിക സമർപ്പിച്ചിരുന്നത്. ചുരുങ്ങിയത് 3 സിനിമകളെങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ അസോസിയേഷനിലെ മുഖ്യസ്ഥാനങ്ങളിലേക്ക് ഒരു അംഗത്തിന് മത്സരിക്കാനാവൂ എന്ന നിയമാവലി ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി പത്രിക തള്ളിയത്. കേരളത്തിലേക്ക് MDMA എത്തിക്കുന്ന കണ്ണിയിൽപ്പെട്ട വിദ്യാർത്ഥിനിയെ ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് പിടികൂടി. പാലാ സ്വദേശി അനുവിനെയാണ് ഫോർട്ട് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരത്തേക്ക് 32 ഗ്രാം MDMA കടത്തുന്നതിനിടെയാണ് മുട്ടത്തറ സ്വദേശി ഗോപകുമാറിനെ ഫോർട്ട് പോലീസും ഡാൻസ് ഓഫും ചേർന്ന് പിടികൂടുന്നത്. പാലക്കാട് രോഗിയുടെ ഡ്രിപ്പ് സൂചി അഴിച്ചത് ക്ലീനിംഗ് സ്റ്റാഫ് എന്ന പരാതി. വടക്കഞ്ചേരി കമ്മ്യൂണിറ്റി സെന്ററിലാണ് സംഭവം. 78കാരുടെ ഡ്രിപ്പ് ക്ലീനിംഗ് സ്റ്റാഫ് അഴിച്ചെന്ന് ആരോപിച്ചാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ജില്ലാ കളക്ടർക്കും മെഡിക്കൽ ഓഫീസർക്കുമാണ് വയോധികയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തിയെന്ന സ്ഥിരീകരണം. തെരച്ചിൽ 6 ദിവസം പിന്നിടുമ്പോൾ സാക്ഷി പറഞ്ഞ പുതിയൊരു സ്പോട്ടിൽ നിന്നുമാണ് അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. 11ാമത്തെ പോയിന്റിൽ നിന്നും മീറ്ററുകൾ അകലെയാണ് പുതിയ പോയിന്റ്. സാക്ഷി ഇതുവരെ ചൂണ്ടിക്കാണിച്ച പോയിന്റുകളിൽ പെടുന്നതല്ല ഈ പോയിന്റ്. ഇന്ന് സാവിലിയാണ് സാക്ഷി പുതിയ പോയിന്റ് കാണിച്ചു കൊടുത്തത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ മരണസംഖ്യ ഉയരുന്നു. ഉത്തർപ്രദേശിൽ 17 ജില്ലകളിലായി 402 ഗ്രാമങ്ങളെ വെള്ളപ്പൊക്കം ബാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് 12 പേരാണ് മഴക്കെടുതി മൂലം മരിച്ചത്. ഗംഗ, യമുന നദികൾ കരകവിഞ്ഞൊഴുകി. വിവിധ ജില്ലകളിലായി 85,000 പേരെ വെള്ളപ്പൊക്കം നേരിട്ട് ബാധിച്ചതായാണ് സർക്കാർ കണക്കുകൾ. ഹൈദരാബാദിൽ ബാഡ്മിന്റൺ കളിക്കിടെ ഹൃദയാഘാതമുണ്ടായി മരിച്ച 25-കാരനായിരുന്നു. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനും ഖമ്മം ജില്ലയിലെ തല്ലാടയിലെ മുൻ ഡെപ്യൂട്ടി സർപഞ്ച് ഗുണ്ടൽ വെങ്കടേശ്വരലുവിന്റെ മകനുമായ ഗുണ്ടൽ രാകേഷാണ് മരിച്ചത്. ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ച 3 ഭീകരരും പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ലഭിച്ചതായി സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ലഷ്കര ഭീകരന്മാരായ സുലൈമാൻ ഷാ, അബു ഹംസ, യാസിർ എന്നിവരെയാണ് ജൂലൈ 28 ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട് സൈനിക നടപടിയിലൂടെ സുരക്ഷാസേന വധിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ഉടൻ ആരംഭിക്കുമെന്നും ഇത് മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള യാത്രാസമയം 2 മണിക്കൂറും 7 മിനിറ്റുമായി കുറയ്ക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 7 വയസ്സുകാരൻ വാഷിംഗ് മെഷീനിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വളർത്തുപിതാവിന് 50 വർഷ കഠിന തടവ് ശിക്ഷ. അമേരിക്കയിലെ ടെക്സാസിലാണ് ത്രോയ് കോല എന്ന 7 വയസ്സുകാരൻ ക്രൂരമായി കൊല്ലപ്പെട്ടത്. 2022 നടന്ന കൊലപാതകത്തിലാണ് ഹാരിസ് കൗണ്ടി ഡിസ്ട്രിക്ട് അറ്റോർണിയാണ് 45-കാരന് 50 വർഷ തടവ് ശിക്ഷ വിധിച്ചത്. ഇന്തോനേഷ്യയിലെ സജീവ അഗ്നിപർവ്വതങ്ങളിലൊന്നായ ലോവോട്ടോബി ലെക്കിലാക്കി തുടർച്ചയായ 2ാം ദിവസവും പൊട്ടിത്തെറിച്ചു. 18 കിലോമീറ്ററോളമാണ് പൊട്ടിത്തെറിക്ക് പിന്നാലെ ചാരവും പുകയിലും മൂടിയത്. സമീപ മേഖലയിലെ ഗ്രാമങ്ങളും അഗ്നിപർവ്വത സ്ഫോടനാവശിഷ്ടങ്ങളെത്തി. എന്നാൽ പൊട്ടിത്തെറിച്ചിൽ ആളപായമില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.
ഇന്ത്യക്ക് നേരെ വീണ്ടും തീരുവ ഭീഷണി ഉയർത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ ഉയർത്തുമെന്ന തന്റെ സാമൂഹിക മാധ്യമമായ സോഷ്യലിൽ അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയാണ് US പ്രസിഡന്റിന്റെ നീക്കം. യുക്രൈനിൽ കൂട്ടക്കൊല നിർത്താൻ എല്ലാവരും ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ പോലും റഷ്യയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും യുക്രൈനിൽ കൊല്ലപ്പെടുന്നവരെക്കുറിച്ച് ഇന്ത്യക്ക് ആശങ്കയില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ വീണ്ടും നികുതി ഭീഷണി മുഴക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്തമായ മറുപടിയുമായി ഇന്ത്യ. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നുണ്ട് എന്നും ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് നീതീകരിക്കാനാവില്ല എന്നും മറ്റു പ്രധാന സാമ്പത്തിക ശക്തികളെപ്പോലെ ഇന്ത്യക്കും രാജ്യതാൽപര്യങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും പരിഗണിക്കേണ്ടതുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായി 5ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് 6 റൺസിന്റെ ത്രിസിംഗ് വിജയം. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പര 2-2 സമനിലയായി. അവസാന ദിനം 4 വിക്കറ്റ് ശേഷിക്ക് ജയത്തിനു വേണ്ടിയിരുന്നത് ഇംഗ്ലണ്ടിന് വേണ്ടി 35 റൺസായിരുന്നു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജും 4 വിക്കറ്റ് എടുത്ത പ്രസിദ്ധ് കൃഷ്ണയും ചേർന്ന് 9 ഓവറിൽ ഇംഗ്ലണ്ടിന്റെ ശേഷിച്ച വിക്കറ്റുകൾ എറിഞ്ഞിട്ട് ഇന്ത്യക്ക് അവിസ്മരണീയ വിജയം സമ്മാനിച്ചു. കൈക്ക് പരിക്കേറ്റ ക്രിസ് വോക്സ് ബാറ്റിംഗിനിറങ്ങിയെങ്കിലും ഇന്ത്യൻ ജയം തടയാനായില്ല. ഓരോ പന്തും എറിയുന്നത് തനിക്ക് വേണ്ടിയല്ലെന്നും രാജ്യത്തിന് വേണ്ടിയാണെന്നും തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ്. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലുമായി 48 മണിക്കൂർ പന്തെറിഞ്ഞ കളിയിലെ താരമായ മുഹമ്മദ് സിറാജ് എറിഞ്ഞ് തളർന്നുവെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് ഹൃദയം തൊടുന്ന മറുപടി. ലോർഡ്സിൽ അവസാനം ഔട്ടായപ്പോഴും ഓവലിൽ ഹാരി ബ്രൂക്കിന്റെ ക്യാച്ച് നഷ്ടമാക്കിയപ്പോഴും ഞാൻ ചിന്തിച്ചിരുന്നു, ദൈവമേ എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. എന്നാൽ ദൈവം എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നുവെന്നാണ് സിറാജ് പറഞ്ഞത്. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ റൺവേട്ടയിൽ മുന്നിലെത്തി ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ. 5 ടെസ്റ്റിലും 4 സെഞ്ചുറികളും ഉൾപ്പെടെ 754 റൺസുമായാണ് ഇന്ത്യയുടെ ശുഭ്മാൻ ഗിൽ റൺവേട്ടയിൽ 1ാം സ്ഥാനത്തെത്തിയത്. 5 ടെസ്റ്റിലും കളിച്ച സിറാജ് പരമ്പരയിൽ 185.3 ഓവറുകൾ പന്തെറിഞ്ഞാണ് 23 വിക്കറ്റുമായി വിക്കറ്റ് വേട്ടക്കാരൻ 1ാം സ്ഥാനത്തായത്. ഓവൽ ടെസ്റ്റിൽ കൈവിട്ടെന്ന് കരുതിയ കളി ഇന്ത്യൻ സംഘം തിരിച്ചുപിടിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞതിന് ക്ഷമാപണം നടത്തി കോൺഗ്രസ് MP ശശി തരൂർ എക്സിൽ കുറിച്ചു. ഇന്ത്യൻ ടീമിന്റെ ജയം വാക്കുകൾക്ക് അതീതമാണെന്നും തരൂർ പറഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ ഓവൽ ടെസ്റ്റിൽ ആവേശം ജയത്തോടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും നേട്ടം കൊയ്ത് ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരായ പരമ്പര 2-2 സമനിലയായതോടെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഇംഗ്ലണ്ടിനെ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഇന്ത്യ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് അതിതീവ്രമായ മഴയെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ, മറ്റന്നാൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. തെക്കൻ കേരള തീരത്ത് കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. 2 കൂട്ടർ തമ്മിലുള്ള പരസ്പര വാശിയാണ് കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഹൈക്കോടതി. 2 കൂട്ടരുടെയും നീക്കങ്ങൾ ആത്മാർത്ഥതയോടെയല്ലെന്നും ഇതുവഴി VCയും രജിസ്ട്രാറും വിദ്യാർത്ഥികൾക്ക് വണ്ടർഫുൾ ഉദാഹരണങ്ങൾ സമ്മാനിക്കുകയാണെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. തന്റെ ചുമതല മറ്റൊരാൾക്ക് നൽകിയ വൈസ് ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ അനിൽകുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. 2 കൂട്ടരുടെയും നീക്കങ്ങൾ ആത്മാർത്ഥതയോടെയല്ലെന്നും ഇതുവഴി VCയും രജിസ്ട്രാറും വിദ്യാർത്ഥികൾക്ക് വണ്ടർഫുൾ ഉദാഹരണങ്ങൾ സമ്മാനിക്കുകയാണെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. തന്റെ ചുമതല മറ്റൊരാൾക്ക് നൽകിയ വൈസ് ചാൻസലറുടെ നടപടി ചോദ്യം ചെയ്ത് രജിസ്ട്രാർ അനിൽകുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. 2 കൂട്ടരുടെയും നീക്കങ്ങൾ ആത്മാർത്ഥതയോടെയല്ലെന്നും ഇതുവഴി VCയും രജിസ്ട്രാറും വിദ്യാർത്ഥികൾക്ക് വണ്ടർഫുൾ ഉദാഹരണങ്ങൾ സമ്മാനിക്കുകയാണെന്നും സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. ഛത്തീസ്ഗഡ് വിഷയത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നന്ദി പറയാൻ മാരാർജി ഭവനിലേക്ക് കേക്കുമായി ക്രൈസ്തവ നേതാക്കൾ. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയായ ആക്ട്സിന്റെ ഭാഗമായ പ്രതിനിധികളാണ് BJP സംസ്ഥാന അധ്യക്ഷനെ സന്ദർശിച്ചത്. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകൾ നിലവിൽ ഡൽഹി രാജാരയിലുള്ള മഠത്തിലാണ് ഉള്ളത്. കന്യാസ്ത്രീകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയായിരിക്കും നടക്കുക. ഓണത്തിന് കാർഡൊന്നിന് സബ്സിഡി നിരക്കിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ നൽകുമെന്നും വെളിച്ചെണ്ണ വില ഇനിയും കുറയുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. വിപണിയിലെ മോശം വെളിച്ചെണ്ണ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചർച്ചകളും വിമർശനങ്ങളും ഉയർത്തുന്നത് കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടിയാണെന്നും ഇത് തകർക്കാനല്ലെന്നും സപ്ലൈകോയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. TP കേസ് പ്രതി കൊടിസുനിയുടെയും സംഘത്തിന്റെയും പരസ്യ മദ്യപാനത്തിൽ കേസെടുക്കാത്ത പോലീസ് നടപടിയെ ന്യായീകരിച്ച് CPM നേതൃത്വം. വീഴ്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തുവെന്ന് സ്പീക്കർ AN ഷംസീറും
പി ജയരാജനും പ്രതികരിച്ചു. അതേസമയം പരോൾ ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം ഇവിടെ ഒഴിവാക്കാനാണ് TP വധക്കേസ് പ്രതിക്കെതിരെ കേസെടുക്കാത്തതെന്ന് MLA KK രമ ആരോപിച്ചു. വിവാദങ്ങൾക്കിടയെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റൊരു പ്രതിക്ക് കൂടി പരോൾ അനുവദിച്ചു. TK രജീഷിനാണ് 2 ദിവസം മുമ്പ് പരോൾ അനുവദിച്ചത്. എറണാകുളം വിട്ടുപോകരുതെന്ന വ്യവസ്ഥയിലാണ് പരോൾ നൽകിയിരിക്കുന്നത്. കൊടിസുനിയുടെ മദ്യപാനം വിവാദമായതിനിടെയാണ് രജീഷിന് പരോൾ അനുവദിച്ചത്. ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന TP കേസ് പ്രതികൾ മദ്യപിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ജയിൽ ഉപദേശ സമിതി അംഗം P ജയരാജൻ. തടവുപുള്ളികൾ അച്ചടക്കം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും കൊടിയാണെങ്കിലും വടിയാണെങ്കിലും നടപടിയുണ്ടാകുമെന്നും ബന്ധുക്കൾ അത്യാസന്ന നിലയിൽ കിടക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചാണ് TK രജീഷിന് പരോൾ നൽകിയതെന്നും P ജയരാജൻ പറഞ്ഞു. TP കേസ് പ്രതികൾ ജയിൽ പ്രമാണിമാരായി എന്നും ജയിലിനുള്ളിൽ രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയെന്നും കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കേരളത്തിൽ മാത്രമേ ഇത് നടക്കൂ. പോലീസുകാർക്ക് പോലും ഇവരെ ഭയമാണെന്നും തൊട്ടാൽ പൊല്ലുമെന്ന് പോലീസിന് അറിയാമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിമർശിച്ചു. ഭരിക്കുന്നവർ ക്രിമിനലുകൾക്കൊപ്പമാണെന്നും മറുപടി പറയേണ്ടത് സർക്കാരെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. പത്തനംതിട്ട സെന്റ് ജോസഫ് HS നാരായണമൊഴിയിലെ അധ്യാപികയുടെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA ആയ അനിൽകുമാർ NGO, സൂപ്രണ്ടായ ഫിറോസ് യെസും സെക്ഷൻ ക്ലർക്കായ ബിനി ആറും 1960 കേരള സിവിൽ സർവീസസ് ചട്ടങ്ങൾ പ്രകാരം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പ്രേം നസീറിന്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. 50-ലധികം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. കുറച്ചു വർഷമായി വൃക്ക ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യനില ഗുരുതരമായതോടെ ആശുപത്രിയിലെത്തിച്ചതാണ്. സംസ്കാരം ഇന്ന് വൈകുന്നേരം പാളയം ജമായത്ത് ഖബർസ്ഥാനിൽ നടക്കും. RSS നേതാവ് C സദാനന്ദൻ വധശ്രമ കേസിൽ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയയപ്പ് നടത്താനെത്തിയ KK ശൈലജ MLA. CPMകാരായ പ്രതികളെ യാത്രയയക്കാനാണ് പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ശൈലജ എത്തിയത്. തന്റെ കാലുകൾ വെട്ടിയ കേസിലെ പ്രതികൾക്ക് ജയിലിൽ പോകുന്നതിനു മുൻപ് യാത്രയയപ്പ് നൽകിയതുമായി ബന്ധപ്പെട്ട് CPM നേതാവും MLAയുമായ KK ശൈലജയ്ക്കെതിരെ C സദാനന്ദൻ MPയുടെ വിമർശനം. ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് വലിയ യാത്രയയപ്പ് നൽകിയതും അതിൽ മുൻ മന്ത്രി KK ശൈലജ ഉൾപ്പെടെ പങ്കെടുത്തതും ദൗർഭാഗ്യകരമെന്ന് അദ്ദേഹം ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് M മുകേഷ് MLA. അടൂർ പറഞ്ഞതൊക്കെയും നല്ല ഉദ്ദേശത്തോടെയാണെന്നും ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതിൽ എന്താണ് തെറ്റെന്നും മുകേഷ്. ചെറുപ്പക്കാർ സിനിമയിലേക്ക് കയറി വരണമെന്ന ഉദ്ദേശമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു ഇന്റർവ്യൂ നടത്തുകയും ആവശ്യമെങ്കിൽ 3 മാസത്തെ പരിശീലനം നൽകണമെന്നും ആയിരിക്കാം പറഞ്ഞത്. അറിഞ്ഞുകൂടാത്ത സ്ത്രീകൾക്ക് പരിശീലനം നൽകുന്നത് നല്ലതാണ്. അതുതന്നെയാണ് തന്റെയും അഭിപ്രായമെന്നും മുകേഷ്. അടൂർ ഗോപാലകൃഷ്ണന് മറുപടിയുമായി ഗായിക പുഷ്പവതി. താൻ ദളിത് സമൂഹത്തിന്റെ പ്രതിനിധിയാണെന്നും വലിഞ്ഞു കയറിയല്ല സിനിമാ കോൺക്ലേവിന് പോയത് സർക്കാർ ക്ഷണിച്ചത് പ്രകാരമാണെന്നും പുഷ്പവതി പറഞ്ഞു. സിനിമാ നിർദ്ദേശകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പരാമർശം കേസെടുക്കാവുന്ന കുറ്റമാണെന്ന് K രാധാകൃഷ്ണൻ MP. പിന്നോക്ക വിഭാഗത്തെ നിരുത്സാഹിപ്പിക്കുന്ന സമീപനമാണ് അടൂർ എന്ന വിഖ്യാത സംവിധായകന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അടൂർ ഇങ്ങനെ പറയുമോ എന്നാണ് ആദ്യം ചിന്തിച്ചത്, MP പറഞ്ഞു. കേരളത്തിലെ മലയോര മേഖലകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയ നിരോധനം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. സ്വമേധയായി എടുത്ത കേസിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച സ്റ്റേ ഉത്തരവാണ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തത്. ചീഫ് ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് KV വിനോദ് ചന്ദ്രൻ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടെലിഫോൺ ചോർത്തലിൽ മുൻ MLA PV അൻവറിനെതിരെ കേസെടുത്ത് പോലീസ്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് മലപ്പുറം പോലീസ് അൻവറിനെ പ്രതിയാക്കി കേസെടുത്തത്. പരാതിക്കാരനായ കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രൻ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകിയിരുന്നു. മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ കഴിഞ്ഞ സെപ്റ്റംബർ 1 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ താൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പലരുടെയും ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ടെന്ന് PV അൻവർ വെളിപ്പെടുത്തി.